3S ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം. മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചതാണ്. പച്ചമുളക്, ഉലുവി, കടുകും കൂടി പൊടിച്ചെടുത്തതാണ്. കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, പുളി കുതിർത്ത് വെച്ചതാണ്. പച്ചമുളകും കറിവേപ്പില, കടുക്, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചതാണ്. വെള്ളപ്പാവ്, അച്ചാർ പൊടി, എള്ളെണ്ണയാണ്, കായപ്പൊടി, വിനാഗിരി. അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി അടുപ്പത്തേക്ക് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പം അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുക. എള്ളെണ്ണയിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എള്ളെണ്ണയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എള്ളെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് ചെറുതായിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പിലയും വാട്ടുവറക്കും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റിൽ തന്നെ നമുക്കതൊന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിച്ചതാണ്. പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ, ചൂടാക്കിയെടുത്ത കാശ്മീരി ചില്ലി പൗഡറാണ്, അതൊന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള അച്ചാർ പൊടി ഇട്ട് കൊടുക്കണം. അച്ചാർ പൊടിയും കാശ്മീരി ചില്ലി പൗഡറെല്ലാം ചെറിയ ചൂടാക്കിയിട്ട് എടുക്കണം. നന്നായിട്ട് ആ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കായപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമുക്ക് മാങ്ങ ഉപ്പും കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മതി. അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള വാളംപുളി ഒഴിച്ചു കൊടുക്കാം. വാളംപുളിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കിയത്. അതിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് വെല്ലം പാവാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. വെല്ലത്തിന് പകരം നമുക്ക് ഈത്തപ്പഴം വേണമെങ്കിൽ ഈത്തപ്പഴം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കൂട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് കുറുകി വേണ്ട. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. നമുക്കിങ്ങനെ കൂട്ടൊന്ന് കുറുകി വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അടച്ചു വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെ കൂട്ട് കുറുകി വന്നിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ കൂട്ട് തടിഞ്ഞതിന് ശേഷം മാത്രമേ മാങ്ങ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മാങ്ങ കഷ്ണങ്ങളെല്ലാം കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കൊന്ന് കൂട്ട് തണുത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയാണ്. ചൂട് നന്നായിട്ട് അറണം കേട്ടോ, എന്നാലേ അതിൻ്റെ മാങ്ങയൊന്ന് കുഴഞ്ഞു പോകാണ്ടിരിക്കുമല്ലോ. അതിനുശേഷം കടുകും ഉലുവയും കൂടിയിട്ട് പൊടിച്ചെടുത്തതാണ്. അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഒന്ന് എല്ലാ കഷ്ണങ്ങളും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
സൂപ്പർ ടേസ്റ്റാണ്. അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.